വായിച്ച ആദ്യ വ്യക്തി തന്നെ ഇങ്ങനെ പറയുണ്ടായി, ഈ പുസ്തകം വായിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് പ്രത്യേക ഒരു ദൈവശക്തി, ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു റിട്രീറ്റിൽ, ഇവിടെ ദൈവദാസന്മാർക്ക് വേണ്ടി ഒരു റിട്രീറ്റ് ഒരുക്കിയതിൽ ഹൈക്കോർട്ടിൽ നിന്നൊരു അഡ്വക്കേറ്റ് കടന്നു വന്നു. ഈ അഡ്വക്കേറ്റ് അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനൊരു സാക്ഷ്യം അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ്. വളരെ വ്യക്തമായിട്ട് ഓരോ വാക്കുകളും പറഞ്ഞ അഡ്വക്കേറ്റ് പറയുകയാണ്, ദൈവവചനം എന്ന ബൈബിൾ എന്ന പുസ്തകം കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അധികം വില മതിക്കുന്ന പുസ്തകമാണ് ഈ ആത്മലോകവും ആത്മീയ വളർച്ച എന്നുള്ള പുസ്തകം. അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് നുണ പറയുന്നതല്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ ഞങ്ങളത് അതിൻ്റേതായ ആ ലിങ്ക് ഇടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഷാജി ജോസഫ് എന്ന് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അങ്ങ് മാറ്റുകയാണ്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. കർത്താവിൻ്റെ വേലയിൽ ചെറിയ തോതിലാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും അത് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു രൂപം, ഒരാശയം, ഒരു ഗൈഡൻസ് ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തതിനെ തുടർന്ന് എനിക്ക് ലഭിച്ചു എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. മുഖസ്തുതിക്ക് വേണ്ടി പറയുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ തന്നതായ കാര്യം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന സാധാരണ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേൾക്കുന്ന ആശയങ്ങളോ ചിന്തകളല്ല. അതിനേക്കാൾ ഉപരിയായി ഒരു ന്യൂ സ്കൂൾ ഓഫ് തോട്ട് ഇൻ ദി മിഷണറി വർക്ക്, ദൈവവേലയിൽ ഒരു പുതിയ കാഴ്ചപ്പാടോട് കൂടിയ വേല ഈ കർത്തൃദാസനെ കൂടി ദൈവം ഒരിക്കലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. ഈ പുസ്തകം വായിച്ചു, ഈ പുസ്തകത്തെ കുറിച്ച് വായിച്ചിട്ട് എന്താണ് അകത്ത് തോന്നിയത്, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന്, എന്ത് അഭിപ്രായം ഇത് വായിച്ചിട്ട് തോന്നിയത്? വാസ്തവത്തില് ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് മനുഷ്യൻ എന്താണ്, ദൈവം എന്താണ്, സഭ എന്താണ്, ആത്മലോകം എന്താണ്, വളർച്ച എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപം ഭാവന കിട്ടിയത്. വേദപുസ്തകത്തിൽ ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് പഠിച്ച ആധികാരികമായ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഈ പുസ്തകം എഴുതുവാൻ കർത്തൃദാസനെ കർത്താവ് സഹായിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ഞാൻ രണ്ടാമത്തെ വോളിയത്തിന് വേണ്ടി പ്രത്യേകം ചോദിക്കുകയായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചു, ഒന്നും ആയില്ലാന്ന് പറഞ്ഞു. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഈ കർത്താവിൻ്റെ വേളയിൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൽ തന്നെ ഒരു പുതിയ സ്കൂൾ ഓഫ് തോട്ട് ഈ കർത്തൃദാസൻ കൂടി ദൈവം സ്ഥാപിച്ചുകൊണ്ട്, തീർച്ചയായും ഈ പുസ്തകം ക്രൈസ്തവ ലോകത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇത് വായിക്കുന്നത് അനുഗ്രഹിക്കപ്പെടും, വായിക്കാൻ കൊടുക്കുന്നത് അനുഗ്രഹിക്കപ്പെടും, ഇതിനെ ബേസ് ചെയ്ത് പ്രസംഗിക്കുന്നത് അനുഗ്രഹിക്കപ്പെടും. ഇതുപോലൊരു പുസ്തകം എന്ന് പറയുന്നത് കേരള സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ സഭകളിൽ ഇന്ന സഭ എന്ന് ഞാൻ പറയാം, എല്ലാ സഭകളിലും ഈ പുസ്തകം ശരിക്കും വായിച്ച് പഠിച്ച് ശുശ്രൂഷകന്മാർ പഠിച്ച് ജനത്തെ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. ഈ പുസ്തകം പലരും വായിച്ചിട്ട് ചിലര് പറഞ്ഞു ഇത് ഭയങ്കര കട്ടിയാണ്. ഇത് എന്തുവാ, അത് കട്ടിയായിട്ടാണ് തോന്നിയത്? കട്ടിയായിട്ട് തോന്നിയില്ല. പക്ഷെ സാധാരണക്കാരെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് പിന്നെ അതിന്റെ അതും കൂട്ടിയാണെങ്കിൽ പറയുമ്പോഴൊക്കെ സാധാരണ രീതിയിൽ അത് പിന്നെ ക്ഷമയില്ലാതെ വായിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതൊരു കട്ടിയുള്ളവർ തോന്നും. പക്ഷെ ഇതിന് കട്ടി കുറയ്ക്കാൻ ഒക്കത്തില്ല. അത് തന്നെയാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ മാത്രം അതുപോലെ തന്നെ പറയാനൊക്കത്തുള്ളൂ. ഇത് വായിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നന്നാണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഇത് മുതൽക്കൂട്ടാണ്. കട്ടിയല്ല, കട്ടി വേണം. കാരണം കട്ടിയുണ്ടെങ്കിൽ ഒരു ബലമുള്ളൂ.
നല്ല തോട്ട്സ് ഉണ്ട് അതിനകത്ത്. അത് നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് പറയണം. ഞാൻ പറഞ്ഞു, ഇത് ക്രൈസ്തവ ലോകത്തിന് ഏറ്റവും വിലപ്പെട്ട, ഞാൻ പറയും, ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുസ്തകം, പ്രാധാന്യം കൊടുക്കേണ്ട പുസ്തകമാണ് ഈ പുസ്തകം. ഇത് കൂടുതലാണ്, ഇതിന്റെ കൂടുതൽ കോപ്പികൾ ലോകത്തിൽ നാനാഭാഗങ്ങളിൽ വിവിധ ഭാഷകളിൽ ഈ വരുന്ന നാളുകളിൽ അത് ഹല്ലേലൂയ ഒരു നാടുകളിൽ അത് പ്രിന്റ് ചെയ്യപ്പെടുന്നതായിട്ട് ദൈവത്തിനാണെന്ന് പറയുകയാണ്. മറ്റു ചില വ്യക്തികൾ പറഞ്ഞത് ഇതിൻ്റെ 2 പേജ് തികച്ച് വായിക്കാൻ പറ്റില്ല. 2 പേജ് വായിക്കുമ്പോൾ തന്നെ അകത്ത് അനേക ചിന്തകളും കത്തലും ഇതിൻ്റെ അകത്ത് സംഭവിക്കുക. കാരണം മസ്കറ്റിൽ നിന്നൊരു ദേവദാസം എന്നെ വിളിച്ച് പറഞ്ഞത് അത് ഇങ്ങനെയാണ്: ദേവദാസിനെ ഈ പുസ്തകം എന്നാലും ഭയങ്കരമായിരിക്കുന്നു. ഇപ്പോൾ ഇതിലെ സന്ദേശങ്ങളാണ് ഞങ്ങളുടെ ചർച്ചിലെ ഡെലിവറൻസ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മസ്കറ്റിൽ നിന്ന് ഒരുപക്ഷെ കാണുന്നുണ്ടാകാം. ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങനെ ഓരോ ദൈവദാസന്മാരും പറയേണ്ടവർ, അഭിപ്രായം പറയുന്നവർ പറയുന്ന കാര്യം, ഈ പുസ്തകം ഞങ്ങളെ മാറ്റുകയാണ്. ആമേൻ. പുസ്തകം ഞങ്ങളെ മാറ്റുകയാണ്. മാത്രമല്ല, ഇന്ന് ഞാൻ കോഴിക്കോട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അവിടെ 2 ദൈവദാസന്മാർ ഇന്ന് കടന്നു വന്നിട്ട് പറയുകയാണ്, അനേക ദൈവദാസന്മാർ ഇത് പബ്ലിക്കായിട്ട് ഇത് വായിക്കുന്നില്ലെങ്കിൽ രഹസ്യമായിട്ട് ഇത് വായിക്കുകയാണ്. പക്ഷേ പരസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായിട്ടാണെങ്കിലും ദൈവജനം മാറുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ എത്രയോ സന്തോഷമാ, ആനന്ദമാ. നാം മാറ്റത്തിനായിട്ട് ദൈവസന്നിധിയിൽ ജാഗരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മാറ്റുവാൻ നമ്മളുടെ അകത്തുണ്ട്. ആത്മലോകവും ആത്മീയ വളർച്ചയും. ഈ പുസ്തകങ്ങൾ കൂടാതെ മറ്റ് അനേക ഗ്രന്ഥങ്ങൾ ഇനി അടുത്ത ഭാവിയിൽ ഭൗതിക ലോകത്തിലേക്ക് റിലീസ് ആകുമോ? ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുമ്പോൾ ഇങ്ങനൊരു കോളിങ് എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഈ ഒരു പുസ്തകം പുറത്തു വന്നതോടുകൂടെ ദൈവസ്നേഹികളായ ദൈവജനം ഇതിന് കൊടുക്കുന്ന പ്രാധാന്യവും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി: എൻ്റെ അകത്ത് ഈ ഒരു പുസ്തകമല്ല, അനേക പുസ്തകങ്ങൾ സ്വർഗത്തിലെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന്. ആമേൻ. ഗോലിയാത്തിനെ കൊല്ലുവാനുള്ള നിക്ഷേപം മുഴുവൻ ദാവീദിന്റെ ഹൃദയത്തിലായിരുന്നു. ഹാമാനെ തകർക്കാനുള്ള നിക്ഷേപം എസ്തേറിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവം എന്നെ മനസ്സിലാക്കി തന്നു, പല ഗോലിയാത്തിനെയും പല ഹാമാന്മാരെയും ദുരുപദേശത്തിലൂടെ സഭയെ ഭിന്നിപ്പിക്കുന്ന പലരെയും പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കുവാനുള്ള അനേക നിക്ഷേപങ്ങൾ ദൈവം എൻ്റെ ഉള്ളത്തിൽ വെച്ചിട്ടുണ്ട് എന്ന്. തുടർന്ന് കർത്താവ് അനേക വെളിപ്പാടുകൾ തന്നു. ആ വെളിപ്പാടുകളുടെ ഒരു അടിസ്ഥാനം മാത്രമാണ് നിങ്ങൾ ഈ വായിക്കുന്ന ആത്മീയ വളർച്ച എന്നുള്ള പുസ്തകത്തിലൂടെ കാണുന്നത്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഡിമാൻഡ് പരിഗണിച്ച്, പലരുടെയും റിക്വസ്റ്റ് പരിഗണിച്ച് ഞങ്ങളിത് ഇംഗ്ലീഷിലേക്കും അതോടൊപ്പം തന്നെ ഹിന്ദിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ഓൾമോസ്റ്റ് പൂർത്തിയായി. മാത്രമല്ല, ഇത് തമിഴിലേക്കും ഉള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തിയും അതിവേഗം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകം കൂടാതെ ഇതിൻ്റെ വോളിയം 2 ജയിക്കാനായി വീണ്ടും ജനിച്ചവൻ എന്ന വോളിയം 2 ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിവേഗം നിങ്ങളുടെ അടുക്കലെത്തുവാനായിട്ട് ഇടയാകും. നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുക. മാത്രമല്ല, പർപ്പസ് ഓഫ് ചർച്ച്, സഭയുടെ ഉദ്ദേശം എന്താണ്? ഇന്ന് ഈ ലോകത്തിലെ മെജോറിറ്റി സഭകൾക്കും ദൈവദാസന്മാർക്കും എന്താണ് സഭയുടെ ഉദ്ദേശമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് അതിവേഗം ഇറക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. സഭയുടെ ഉദ്ദേശം മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതോടൊപ്പം തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും, മാത്രമല്ല നമ്മളുടെ കോളിങ് എങ്ങനെ മനസ്സിലാക്കാമെന്നും, അങ്ങനെ അനേക പുസ്തകങ്ങൾ ദൈവം എൻ്റെ അകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അതിവേഗം ഇതെല്ലാം പുറത്തിറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചാട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു
സകല ലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഈ ഭൂമിയിൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും ആ പാപത്തിൻ്റെ അവസ്ഥയിലാണ്. എന്നാൽ പ്രിയ പൈതലേ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എല്ലാ പദ്ധതികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സമയം ആ യേശു രക്ഷിതാവായി സ്വീകരിക്കുവാൻ പ്രിയ പൈതലേ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് ഈ ചെറിയ പ്രാർത്ഥന വാചകം ഏറ്റുചൊല്ലിയാട്ടെ. പ്രിയ യേശുവേ, അങ്ങനെ പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് രക്ഷിതാവായി എൻ്റെ കർത്താവായി കടന്നു വരണമേ. എൻ്റെ പാപങ്ങളെ അങ്ങ് രക്തത്താൽ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറച്ച് നിത്യസ്വർഗത്തിലേക്ക് എന്നെ നടത്തണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഈ ചെറിയ പ്രാർത്ഥനാ വാചകം നിങ്ങൾ ഏറ്റുചൊല്ലിയപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ദേശത്ത് ദൈവവചന അടിസ്ഥാനം നിൽക്കുന്ന ഒരു ചർച്ചിൽ കടന്നു പോവുകയും ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, അതനുസരിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ വിലയേറിയ സമയം മുടക്കി ഈ സമയം കടന്നു വരുവാൻ ആഗ്രഹം കാണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫിനോടും അതോടൊപ്പം തന്നെ ദൈവദാസൻ ഇവാഞ്ചലിസ്റ്റ് വർക്കി ബേറിനോടുമുള്ള നന്ദികളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ആത്മലോകവും ആത്മീയ വളർച്ചയും. പ്രിയരെ, അനുഗ്രഹീതമായ സന്ദേശം നിങ്ങൾ കേട്ടല്ലോ, സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആ കർത്താവ് ദാസന് പറഞ്ഞ് ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ മാനിക്കുന്ന പുസ്തകം ഈ പുസ്തകം അത്രേ. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇത് മാറ്റിമറിക്കുവാനായിട്ട് ഇടയായി. പ്രിയരെ, നിങ്ങളുടെ ജീവിതവും മാറ്റിമറിക്കുവാൻ ഈ പുസ്തകത്തിലൂടെയുള്ള സന്ദേശങ്ങൾ നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ വളർത്തിയെടുക്കും. നിങ്ങളിലൂടെ ദൈവം ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. പുസ്തകം വാങ്ങിക്കുക, മറ്റുള്ളവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുക, നിങ്ങൾ വളരുക, മറ്റുള്ളവരെ വളർത്തുക. ബൈബിൾ അനുസൃതമായ ഈ പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതവും തുടർന്ന് നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ജീവിതവും മാറ്റിമറിക്കുവാൻ ഇതിലെ സന്ദേശങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും പുതിയ സന്ദേശവുമായി പുതിയ സാക്ഷ്യങ്ങളുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. ഗോഡ് ബ്ലസ് യു. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് തിരുവചന ധ്യാനത്തിലൂടെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും സൗഖ്യവും പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെയും ക്ഷണിക്കുന്നു.